വി അരുൺ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ചിരുന്ന ഒരു പ്രധാന ആരോപണമായിരുന്നു BJP CPM ഡീൽ എന്നത്. അതൊക്കെ പൊളിച്ചെടുക്കുന്ന രീതിയിലായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. അതുപോലെ തന്നെ കോൺഗ്രസിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ നരേന്ദ്രമോദി ഉന്നയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ മറികടക്കുന്ന രീതിയിലായിരിക്കുമ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രചരണ രീതി ഉണ്ടാവുക എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വരവ് തീർച്ചയായിട്ടും കോൺഗ്രസ് UDF ക്യാമ്പിന് വലിയ ആവേശവും ആത്മവിശ്വാസവും നൽകുന്ന തന്നെയായിരിക്കും. കാരണം രാഹുൽ ഗാന്ധി തന്നെയാകും ആ രീതിയിൽ കോൺഗ്രസിൻ്റെ സ്റ്റാർ ക്യാമ്പയിനർമാരിൽ ഏറ്റവും പ്രധാനി. മാത്രമല്ല, ഡീൽ ആരോപണം കോൺഗ്രസ്സാണ് ആദ്യം ഉയർത്തിയത്. സംസ്ഥാനത്ത് CPM BJP ഡീൽ എന്ന ആരോപണമാണ് ഉയർത്തിയത്. അത് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആരോപണം അത് പിന്നീട് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ മറ്റു നേതാക്കളും സംസ്ഥാന നേതാക്കൾ ഏറ്റെടുത്തത് മാത്രമല്ല, രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ ആ നിലപാട് ശക്തമായി തന്നെ ഉന്നയിച്ചു. CPM BJP ഡീലുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ദേശീയതലത്തിൽ CPM-ഉം കോൺഗ്രസും. അത്തരമൊരു പാർട്ടിയാണ് ഇത്തരത്തിൽ CPM-നെതിരെ ഡീൽ ഉന്നയിച്ചത്. അങ്ങനെ BJP-യുമായി ഡീൽ ഉണ്ടാക്കുന്ന പാർട്ടിയുമായാണോ ദേശീയതലത്തിൽ നിങ്ങൾക്ക് കൂട്ട് എന്ന ചോദ്യം കോൺഗ്രസിനെതിരെ ഉയർന്നു. CPM-നെതിരെയും സമാനമായ ആരോപണം ഉയർന്നു. കാരണം CPM കോൺഗ്രസും BJP-യും തമ്മിൽ ഡീൽ എന്ന ശക്തമായ ആരോപണം CPM ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ഉന്നയിച്ചു. മുഖ്യമന്ത്രി നിരന്തരം ആ ആരോപണം VD സതീശനെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചു. അങ്ങനെ ഇന്ത്യ മുന്നണി രണ്ട് കക്ഷികളുടെ തമ്മിലുള്ള ദേശീയതലത്തിലെ ബന്ധം പോലും വഷളാക്കുന്ന തരത്തിലേക്ക് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിലെ ഡീൽ ആരോപണം മാറി. ഈ സാഹചര്യത്തിൽ എന്ത് നിലപാട് രാഹുൽ ഗാന്ധി ആ വിഷയത്തിൽ സ്വീകരിക്കുമെന്ന് നിർണായകമാണ്. മാത്രമല്ല, BJP-യുടെ നേതാവ് കൂടിയായ നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനകൾ, നരേന്ദ്രമോദി വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടി രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഉണ്ടാകും. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ വരവ് UDF ക്യാമ്പിന്, കോൺഗ്രസ് ക്യാമ്പിന് വലിയ ആത്മവിശ്വാസവും ആവേശവും നൽകുന്നത് തന്നെയായിരിക്കും. ശരി, ശശിനാരായണനും VV അരുണുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.